ഈ ചങ്ങായി നിങ്ങൾക്ക് അറിയില്ലല്ലോ, പണ്ട് LP സ്കൂളിൽ നിന്ന് ഞാനൊന്ന് തച്ചി നിങ്ങൾക്കൊരു ചായ വാങ്ങി തരാറിന് ഇത്ര കാലം കാത്തുന്ന ആളാണ് നമ്മളെ സ്വന്തം മസ്കൂദ്. പഴക്കം കൂടുന്തോറും ചായക്ക് വീരം കൂടിയാണ്. മസ്കൂന്റെ പൈസ ഞാൻ തീർത്തിക്കിടാനായിട്ട് വൈകുന്നേരം ഒറ്റ കുട്ടിയാൾക്ക് ഒരു മന്തി വാങ്ങി തന്നില്ല. ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പ് കണ്ട് മിന്നി. വണ്ടി പണിക്കിട്ടാലും വണ്ടിപ്പണി കഴിച്ചിട്ടാത്ത ആള് നമ്മളെ വർക്ക്ഷോപ്പ് തെങ്ങായി. ഏതായാലും ഫാനും പൊട്ടിക്കണാറ്. ഇതിന്റെ പങ്കയാണെങ്കിൽ പൊട്ടിമ പൊട്ടിക്കണം. ആ ചെറിയാണ് മൂപ്പര മുഖത്ത് കാണുന്നത്. ഏതായാലും പങ്ക മാറ്റാനായിക്കാണ് നേരെ നമ്മൾ മിന്നിയത് മഞ്ചേരിക്ക. മൊഞ്ചന്മാര് കൂടുതലുള്ള മഞ്ചേരിയായിട്ട് ഫാൻ ഏതായാലും നമുക്ക് മൊഞ്ചായി കണ്ണ് കിട്ടിയിരിക്കണേ. മൊഞ്ചായ ഫാനറ്റ് നേരെ വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുത്താണ് ഞാൻ ഇപ്പൊ ശരിയാക്കാറിന് പോയതാ. ഇറ്റങ്ങളെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായി തരാ. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. ആ വീടിന് കൈ അങ്ങോട്ട് മാറി നിൽക്കണു. സ്റ്റാർട്ടായി പോയല്ലോ. പറഞ്ഞ മനസ്സിലാവൂലേ? വിനായകൻ നമുക്കുള്ള കീ അങ്ങോട്ട് തന്നു. വെറും വിനായകനല്ല, മുതലാളി വിനായകൻ. എങ്ങനെയായാലും സ്ഥിതിക്ക് വണ്ടി പോയിന്ന് സ്റ്റാർട്ടാക്കാൻ കരുതി. ഒന്ന് വള്ളെങ്കിലും അടിച്ചാണല്ലോ വണ്ടിന്റെ കോലങ്ങൾ കണ്ടില്ലേ. എന്തേലും ഒരു ശങ്കരാണിക്ക് ഈ വണ്ടി കൈക്കൊള്ളൂ. നേരെ സർവീസ് സ്റ്റേഷൻ കമ്മിനി ഞാൻ വണ്ടിയായിട്ട് പോയി അപ്പൊ തന്നെ കറണ്ട് പോകും. എന്റെ ചങ്ങായിന്റെ അന്ത്രപാട് പറഞ്ഞാണ് ഇപ്പൊ അത്. എന്തായാലും വണ്ടി നിർത്തി പോയിക്കോ, അഥവാ കറണ്ട് വന്നാൽ വണ്ടി കൈകാരണം. ഏതായാലും കൈകാട്ട് പോയിക്കാണ് നമ്മള് വണ്ടിയായിട്ടാണ് വണ്ടിയായിട്ട് മിന്നില്ല, നടന്നിക്കാണ്ടാ മിന്നി. പിറ്റേന്ന് ഏതായാലും വണ്ടി കൈക്ക് കുട്ടപ്പനാക്കി വെച്ചിക്കണേ. അതിന്റെ ഇടയിൽ കൂടെ കാക്കി നമ്മളെ വണ്ടി വെക്കണം. മൂപ്പര പുതിയ മൂപ്പര നോക്കണം. ஆனா என் கப்பல் எப்படி இருக்கு தெரியுமா? பெருசா, அழகா, கம்பீரமா இருக்கும்.